PV അൻവർ രാജിവെക്കാൻ കാരണം ശരിക്കും MR അജിത് കുമാറിന്റെ ചില പ്രശ്നങ്ങളിൽ തലയിട്ടതുകൊണ്ടും പരാതി ആയതുകൊണ്ടും പിണറായി വിജയൻ PV അൻവറിനെ കേൾക്കാത്തത് കൊണ്ടുമെന്ന് കരുതണം. പക്ഷേ ഇപ്പം നിലവിൽ MR അജിത് കുമാറും PV അൻവറും രഹസ്യമായിട്ട് കണ്ടിട്ടുണ്ട് വിജിലൻസ് ക്ലീൻ ചീറ്റ് കൊടുക്കുന്നതിനൊക്കെ മുമ്പ്. അതെന്തിനായിരിക്കും? അതായത് പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. PV അൻവറും അതേപോലെ അജിത് കുമാറും ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഗൂഢാലോചനയിലെ പ്രതികളായി മാറിയിരിക്കുകയാണ്. ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി കള്ളക്കേസിൽ കൊടുക്കുക, അതിൽ ഒരുമിച്ച് നിന്ന് അവർ പ്ലാൻ ചെയ്യുക എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. MR അജിത് കുമാർ, ADGP അജിത് കുമാർ PV അൻവറെ രഹസ്യമായി കാണേണ്ട ആവശ്യം എന്താണ്? PV അൻവർ ഒരു പരാതി കൊടുത്തു, ആ പരാതി അന്വേഷിക്കുന്നതിന് അധികം അന്വേഷിച്ചാൽ പോരെ. അപ്പോൾ ഇവർ രണ്ടുപേരും അധികാരത്തിൻ്റെ എല്ലാ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഒരു പത്രപ്രവർത്തകനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ വ്യക്തമായ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് അതിന് നമ്മൾ ആദ്യം തന്നെ അദ്ദേഹം പറയുന്ന കാര്യം, പത്രസമ്മേളനത്തിൽ ഷാജൻ സക്കറിയയെ കൊടുക്കാൻ വേണ്ടി അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കാം. അപ്പോൾ ഷാജൻ സക്കറിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് കേരളത്തിലെ നിരവധി പരാതികൾ ആ സമയത്ത് വരികയും പോലീസ് ചില FIRകൾ ഇടുകയൊക്കെ ചെയ്തിരുന്നു. ഇതിൻ്റെ ഇടയിലാണ് ഞങ്ങളുടെ ഓഫീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് കേരളത്തിലെ കൊച്ചിയിലെ പോലീസ് കമ്മീഷണറുടെയും കോഴിക്കോട് പോലീസ് കമ്മീഷണറുടെയും 2 വയർലെസ് മെസ്സേജുകൾ ഇതാ ഈ പറയുന്ന മറുനാടൻ മലയാളിക്ക് മാത്രം ലഭ്യമായ സീക്രട്ട് മെസ്സേജുകൾ പുറത്തുവിടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ ഗൗരവമായിട്ടുള്ള 2 സേനയുടെ മെസ്സേജുകൾ പുറത്തുവിട്ടപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ച് പഠിച്ചപ്പോൾ അത് രാജ്യദ്രോഹ കുറ്റത്തിൻ്റെ വരുന്ന ഒരു കുറ്റമായി അത് നമുക്ക് ലീഗൽ ഒപ്പീനിയൻ കിട്ടുകയും ഈ വീഡിയോയുമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഞാനന്ന് പോയി കാണുകയും കാര്യത്തിൻ്റെ ഗൗരവം വളരെ ഗൗരവമുള്ളതാണ് എന്ന നിലക്ക് അന്നത്തെ ADGP അജിത് കുമാറിനെ വിളിച്ച് ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് വൈകുന്നേരമാണ് അജിത് കുമാർ എന്നെ വിളിക്കുന്നത്, നമുക്കൊന്ന് കാണണം. അപ്പോൾ എനിക്കതിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ മുമ്പ് കൊടുത്ത പരാതികളിൽ പോലീസ് നല്ല രീതിയിൽ ആക്ഷൻ ചെയ്യുന്നില്ല എന്നുള്ളൊരു ചെറിയ പരാതി ഞാനന്ന് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അത് എന്നെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അന്ന് വൈകുന്നേരത്തെ ഒരു മീറ്റിംഗ് വേണം എന്ന് പറയുകയും എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹത്തോട് വരാൻ പറയുകയും വൈകുന്നേരം ഒരു 7:30 മണിക്ക് അദ്ദേഹം വന്ന് രാത്രി 8:30 മണി വരെ അവിടെ ഇരിക്കുകയും ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയും. അപ്പോൾ ഞാൻ പ്രധാനമായിട്ടും പറഞ്ഞത് ഇതുവരെയുള്ള പരാതികളെന്ന് പറയുന്നത് വർഗീയ വിദ്വേഷം പരത്തുന്ന പരാതികളാണ്. ഈ വിഷയം എന്ന് പറയുന്നത് രാജ്യദ്രോഹ കുറ്റമാണ്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൻ്റെ 66F ഇത് അട്രാക്റ്റ് ചെയ്യുമെന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് കിട്ടിയ നിയമനിർദ്ദേശം. അതുകൊണ്ട് ഈ വകുപ്പ് ചേർത്തുകൊണ്ട് നിങ്ങൾ FIR ഇട്ട് ഇത് അന്വേഷിക്കണം എന്ന് അദ്ദേഹത്തോട് പറയുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ശക്തമായ നടപടി സ്വീകരിക്കും. 66F അട്രാക്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് എനിക്കതിൽ പറയാൻ കഴിയില്ല, അത് പ്രോസിക്യൂഷനാണ് പറയേണ്ടത്. പ്രോസിക്യൂഷൻ എഴുതട്ടെ എന്ന് അദ്ദേഹം പറയുകയും പ്രോസിക്യൂഷൻ ജനറലിന് അദ്ദേഹം കത്തെഴുതുകയും മറുപടി കിട്ടുകയും ചെയ്തു. ആ മറുപടിയിൽ കൃത്യമായി പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ നിന്ന് കൊടുത്ത കൃത്യമായ മറുപടി, വെദർ ദ വയർലെസ് സിസ്റ്റം ആൻഡ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം ഇഫ് ഇറ്റ് ഈസ് ഇൻ്റഗ്രേറ്റഡ് വിത്ത് ദ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ സിസ്റ്റം ഇറ്റ് മേ അട്രാക്ട് 66F എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ വയർലെസ് സിസ്റ്റം എന്ന് പറയുന്നത് മറ്റു സംസ്ഥാനങ്ങളിലെ പോലീസ് ഉപയോഗിക്കുന്ന വയർലെസ്സിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. അത് ഈ സോഫ്റ്റ്വെയറുമായി ഇൻ്റഗ്രേറ്റ് ചെയ്തതാണ്. അപ്പോൾ എന്ത് വേണം? പോലീസ് നടപടി സ്വീകരിക്കണം, 66F ഇടണം. പക്ഷേ അതിന് അദ്ദേഹം ആലോചിക്കട്ടെ, ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഈ സമയത്തൊക്കെ ഷാജൻ സക്കറിയ ഒളിവിലാണ്. അപ്പോൾ ഇടയ്ക്ക് എന്നെ വിളിക്കും, MLA സഹായിക്കണം, അതിനെ കണ്ടെത്താൻ കഴിയുന്നില്ല, പോലീസിൽ നിന്ന് ഇൻഫർമേഷൻ ചോരുകയാണ്. നമ്മൾ ഉള്ള വിവരങ്ങൾ അറിഞ്ഞ് അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പോഴേക്കും അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെടുകയാണ്, MLA സഹായിക്കണമെന്ന് ആവർത്തിച്ച് പറയും. അതിനിടയ്ക്ക് പൂനെയിലെ ഒരു കേന്ദ്രത്തിൽ ഈ ഷാജൻ സക്കറിയയുടെ ഒരു ബ്രദറിൻ്റെ ഒരു ഫാമിൽ സക്കറിയ ഉണ്ട് എന്നുള്ള വിവരം കിട്ടിയിട്ട് നമ്മൾ പോലീസിന് വിവരം കൊടുത്തു. പക്ഷേ അവിടുന്ന് പോലീസ് പോയി ചെന്നപ്പോഴേക്കും രക്ഷപ്പെട്ടു എന്ന മറുപടിയാണ് പിന്നീട് കിട്ടുന്നത്. പിന്നീട് ഇദ്ദേഹത്തെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ഞങ്ങളും അന്വേഷിക്കുന്നുണ്ട്. അന്ന് കേരള പോലീസിൻ്റെ ടീം ഈ പറയുന്ന ബാംഗ്ലൂരിൽ, ചെന്നൈ, പൂനെ, ബോംബെ, ഹൈദരാബാദ് ആൻഡ് ഡൽഹി ഈ കേന്ദ്രങ്ങളിലൊക്കെ സ്ക്വാഡിനെ നിർത്തി ഇവൻ അന്വേഷിക്കുന്നു എന്നാണ് ഇദ്ദേഹം എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിനിടയിലാണ് ഡൽഹിയിലെ ഒരു സീനിയർ വക്കീലിനെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഡൽഹിയിലെത്തിയിട്ടുണ്ട് എന്ന വിവരം മറ്റു ആളുകൾ വഴി എനിക്ക് കിട്ടുന്നത്. ഈ കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോൾ ഒരു ദിവസം നമുക്കറിയാം ഡൽഹിയിലൊക്കെ സീനിയർ വക്കീൽമാരെ കാണണമെങ്കിൽ
മുൻകൂട്ടിയുള്ള അപ്പോയിൻമെൻ്റ് എടുക്കണം. അദ്ദേഹം അപ്പോയിൻമെൻ്റ് എടുത്ത് ഫീസ് അടച്ചതായിട്ട് അറിയാൻ കഴിയുകയും ഈ ഇൻഫർമേഷൻ കൃത്യമായി അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. ആ കൃത്യമായ സമയത്ത് ഇദ്ദേഹം അപ്പോയിൻമെൻ്റ് എടുത്ത സമയത്ത് അവിടെ എനിക്ക് ഇൻഫോം ചെയ്ത ഡൽഹിയിലെ എൻ്റെ സുഹൃത്തായ ഒരു വക്കീൽ, ആ വക്കീലിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ചെറിയ ഡൗട്ടുണ്ട് ഈ കാര്യത്തിൽ, അതുകൊണ്ട് ആ സമയത്ത് നിങ്ങളൊന്ന് സ്വകാര്യമായിട്ട് ആ മേൽപ്പറഞ്ഞ സീനിയർ വക്കീലിൻ്റെ പരിസരത്ത് ഉണ്ടാവണം, സാജൻ സക്രിയ അവിടെ വരുന്നുണ്ടോ, പോലീസ് വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾക്കൊന്ന് ഒബ്സർവ് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അവിടെ ഈ പറയുന്ന ഡൽഹിയിലെ സീനിയർ വക്കീലിൻ്റെ വീടിൻ്റെ കുറച്ച് പരിസരത്ത് അദ്ദേഹത്തിൻ്റെ കാറ് നിർത്തിയിട്ടിരിക്കുകയാണ്. 7 മണിക്കാണ് അപ്പോയിൻമെൻറ്റ്. 7 മണി കറക്റ്റ് 6:55 സാജൻ സക്രിയ അവിടെ വരുന്നു. ഈ പറയുന്ന സീനിയർ വക്കീലിൻ്റെ വീട്ടിലേക്ക് കയറി പോകുന്നു. എനിക്ക് ഇൻഫോം ചെയ്ത എൻ്റെ സുഹൃത്തായ വക്കീൽ ഇത് കാണുന്നു. ഞാൻ അജിത് കുമാറിനെ വിളിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത്, ഞാൻ സാജൻ സക്രിയ കയറി എന്ന് പറയുന്നില്ല, എന്തായും ചോദിക്കുമ്പോൾ എന്നോട് പറയുന്നത്, സാറേ നമ്മളെ 7 ഓഫീസർമാർ, ഒരു DYSPയും 4 CIമാരും അവിടെ മഫ്റ്റി വേഷത്തിലുണ്ട്, അവരെ അസിസ്റ്റ് ചെയ്യുന്ന പോലീസുണ്ട്, ഒരാളും ആ പ്രദേശത്തേക്ക് വന്നിട്ടില്ല. 7:10 വക്കീലെന്നെ വിളിക്കും, ആരും വന്നിട്ടില്ല. പോലീസ് വന്നിട്ടില്ല. 7:15 7:25 സാജൻ സക്രിയ അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് ടൈം കഴിഞ്ഞ് ഡിസ്കഷൻ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ആ സമയത്ത് ഞാൻ വീണ്ടും ഇദ്ദേഹത്തെ വിളിക്കുക. അപ്പോഴും പുള്ളി എന്താ പറയുന്നത്, ഓ എൻ്റെ സാറേ അവന് ഭയങ്കര ദൈവാധീനമുള്ള വ്യക്തിയാണ്, ആര്, സാജൻ സക്രിയ, അങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ വളരെ ക്ലിയർ അല്ലേ, ഇദ്ദേഹം എന്നെ ചീറ്റ് ചെയ്യുന്നത് വളരെ ക്ലിയറാണ്. ഈ വിവരം മനസ്സിലാക്കിയതോട് കൂടിയിട്ട് എനിക്ക് മനസ്സിലായി ഒരു നീതിയും ഇദ്ദേഹത്തിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല. പിന്നീടുള്ള അന്വേഷണത്തിലാണ് സാജൻ സക്രിയയുടെ ബ്രദർ ഈ വിഷയത്തിൽ ഇടപെടുകയും വലിയ പണം അദ്ദേഹത്തിന് ഓഫർ ചെയ്യുകയും 66F ഇടാതിരിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാം എന്ന് അവർ തമ്മിൽ ധാരണയാണ്. അവിടെ വെച്ചിട്ടാണ് ഈ പറയുന്ന വ്യക്തിയുമായിട്ട് ഈ പറയുന്ന അജിത് കുമാർ ഇതുപോലുള്ള ഒരു ഫ്രോഡാണ് എന്ന് എനിക്ക് മനസ്സിലായതിന് ശേഷമാണ് സത്യത്തിൽ ഈ റിദാൻ ബാസിൽ കേസ്, മാമി കേസ്, എയർപോർട്ട് കള്ളക്കടത്ത് കേസ്, ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ വ്യക്തിപരമായി പിന്നീട് 2 മാസത്തോളം അന്വേഷിക്കുന്നത്. അതിനുശേഷമാണ് മലപ്പുറത്ത് മരമുറിയുടെ വിഷയം, അതിന്നാണല്ലോ തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അതിനുശേഷം, അതായത് അജിത് കുമാറുമായി ഞാൻ കണ്ടുമുട്ടി ഏകദേശം 2 മാസത്തിന് ശേഷമായിരിക്കാം പിന്നീട് എന്താ പറയുക, മുഖ്യമന്ത്രിക്ക് ഈ പരാതി ഞാൻ നൽകുന്നത്. ഈ പൊതുവായിട്ടുള്ള ഇപ്പം SIT അന്വേഷിച്ച് അയാൾക്ക് ക്ലീൻ ചീറ്റ് കൊടുത്ത് വിജിലൻസ് കോടതി പറ്റില്ല എന്ന് പറഞ്ഞ ആ പരാതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വസ്തുത. ഒരു ഗൂഢാലോചന നടത്തിയത് ഞാൻ DGP ആവാതിരിക്കാൻ, അജിത്കുമാർ DGP ആവാതിരിക്കാൻ PV അൻവർ ഒരു ഗൂഢാലോചന നടത്തി എന്നുള്ളതൊക്കെയാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഈ കൂടിക്കാഴ്ച എന്ന് പറയുന്നത് മുൻപ് നടന്നതാണല്ലേ? അതെ. അതായത് മുഖ്യമന്ത്രിക്ക് ഈ മെയിൻ പരാതി കൊടുക്കുന്നതിന് മുമ്പ് ഏകദേശം 2 മാസം മുമ്പാണ് ഈ ഇദ്ദേഹവുമായിട്ട്, അതായത് ഈ വയർലെസ് വിഷയത്തിൽ ഞാൻ കൊടുത്ത പരാതിയുടെ ആ ടൈം നോക്കിയാൽ മതി. ഏകദേശം ആ ടൈമിലാണ് ഇദ്ദേഹത്തെ അന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൾ. പിന്നെ ഞാൻ എന്ത് ഗൂഢാലോചന നടത്തേണ്ടത്? എനിക്ക് അദ്ദേഹം എൻ്റെ എന്താ പറയുക, പങ്ങളെ കെട്ടി കാര്യം നിർത്തുള്ളൂ. എനിക്കെന്താ അദ്ദേഹത്തോട് വിരോധം? അദ്ദേഹം കേരളത്തിലെ RSSന് വേണ്ടിയിട്ട് പണിയെടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ ബന്ധം മുഴുവൻ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടാണ്. മലപ്പുറത്ത് സുജിത് ദാസ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത അനുയായിയായി നിന്നുകൊണ്ടാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് മുഴുവൻ നടത്തിയത്. അതൊന്നും ഈ പണമൊന്നും പോരാഞ്ഞിട്ടാണ് മരം മുറിച്ച് കൊണ്ടുപോയത്. ഈ വിഷയങ്ങൾ വസ്തുനിഷ്ഠ. മാമി ഇപ്പോഴും തെളിഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞ പരാതി ഇപ്പോൾ അവസാനം പോലീസ് കമ്മീഷണർ തന്നെ IG തന്നെ പരാതി കൊടുത്തില്ലേ? പോലീസിൻ്റെ അന്വേഷണത്തിൽ ആദ്യം വീഴ്ച ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പോലീസ് അന്വേഷിച്ച ആദ്യത്തെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഇപ്പം നടപടി ഉണ്ടായി. മാമി കേസ് ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല. റിദാൻ ബാസിൽ കേസിൽ ഇവിടെ നിൽക്കുകയാണ്. സ്വർണ്ണക്കള്ളക്കടത്തിൽ ആ വഴിക്ക് ഈ പറയുന്ന SIT അന്വേഷിക്കാൻ പോയിട്ടില്ല. അപ്പം ഞാൻ വസ്തുതാപരമായ കാര്യങ്ങളാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റ് വാങ്ങിയത്, അദ്ദേഹത്തിൻ്റെ കവടിയാറിലെ വീട് വാങ്ങിയത്, ആ രേഖകളാണല്ലോ ഇപ്പോൾ കോടതി ഏറ്റെടുത്തത്. കോടതി അതിൽ കണ്ടെത്തിയല്ലോ. 10 ദിവസത്തോളം വിറ്റെന്ന് പറയുന്ന ഫ്ലാറ്റ് 2009 അദ്ദേഹം വാങ്ങിയതാണ്. പക്ഷേ പിന്നീട് അത് വിൽക്കുന്ന ഘട്ടത്തിലാണ് ആധാർ രജിസ്റ്റർ ചെയ്തത്. അതുകൊണ്ടാണ് അങ്ങനെ സാങ്കേതികമായി കാരണം വന്നതെന്നാണ് അജിത് കുമാർ പറയുന്നത്. അതിലൊരു അടിസ്ഥാനമില്ലല്ലോ. നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്റർ ചെയ്യല്ലോ. 10 കൊല്ലം ഒരു രജിസ്റ്റർ ചെയ്യാതൊരു പ്രോപ്പർട്ടി ഉണ്ടാവുമോ? ഇതെന്താ അടിസ്ഥാനമാണ്? അങ്ങനെയാണെങ്കിൽ തന്നെ അതിൻ്റെ പാർട്ട് പേയ്മെൻറ്റ് കൊടുക്കൂലേ? ആ പാർട്ട് പേയ്മെൻറ്റ് കൊടുത്തത് ഈ ആധാരത്തിൽ എഴുതുമല്ലോ. നമ്മളിപ്പോൾ ഒരു ഭൂമി കച്ചവടം ചെയ്ത് 2 കൊല്ലോ 3 കൊല്ലോ ഫ്ലാറ്റൊക്കെ ആകുമ്പോൾ 4 കൊല്ലോ 5 കൊല്ലോ ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിനൊരു അഗ്രിമെൻ്റ് ഉണ്ടാവും. ആ അഗ്രിമെൻറ്റിൽ നമ്മൾ പാർട്ട് പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും ഈ പ്രോപ്പർട്ടി നമ്മൾ രജിസ്റ്റർ ചെയ്ത് എടുക്കുമ്പോൾ ആ ആധാരത്തിൽ ആ കൊടുത്ത എമൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ എഴുതും. അങ്ങനെയാണല്ലോ നടക്കാറുള്ളത്. ഇതൊന്നുമില്ലല്ലോ. ഈ പറയുന്ന 2019 33,80,000 രൂപ കള്ളപ്പണം, അൺഅക്കൗണ്ടഡ് മണി കൊടുത്ത അയാൾ വാങ്ങുകയാണ്. അതേപോലെ 10ാമത്തെ ദിവസം ഇരട്ടി വിലക്ക് അദ്ദേഹം വിൽക്കുകയാണ്. 65 ലക്ഷം റിസീവ്ഡ് ബൈ ക്യാഷ്.
കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. അതും കള്ളപ്പണം. ഈ ഡോക്യുമെൻ്റാണ് ഞാൻ കൊടുത്തത്. അതുപോലെ തന്നെ കവടിയാർ വീട് വാങ്ങിയതിൻ്റെ ഈ 2 കാര്യം മതി 1 മണിക്കൂർ കൊണ്ട് വിജിലൻസിന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാം. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ആ വഴിക്ക് പോയില്ലല്ലോ. ഈ രജിസ്ട്രേഷൻ നടക്കുന്നത് എവിടെയാണ്? പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ 1 കിലോമീറ്റർ അപ്പുറത്താണ്. ഇതാണ് ഇതിൻ്റെ വസ്തുത. കേട്ടല്ലോ. അതായത് ഷാജൻ സ്കറിയയെ പറ്റി എന്താണ് ആരോപണം? ഷാജൻ സ്കറിയ വയർലെസ്, പോലീസിൻ്റെ വയർലെസ്സിലുള്ള സന്ദേശം ചോർത്തിയെടുത്ത് അദ്ദേഹം പ്രസിദ്ധീകരിച്ചു എന്നാണ്. അതായത് കോവിഡ് കാലത്ത് ജനങ്ങൾ പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പോലീസ് ചില മുന്നറിയിപ്പുകൾ തന്നിരുന്നു. അത് ഇവിടുത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമുള്ള സാധനമാണ്. അത് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വന്നു. ആ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വന്ന ജനങ്ങൾക്ക് വേണ്ട ഇത്തരത്തിലുള്ള വയർലെസ് സന്ദേശം പോലീസിന് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതാണ്. അത് പാലിക്കേണ്ട കാര്യം. പക്ഷെ അത് ജനങ്ങൾക്ക് കൂടി ഉപകാരപ്രദമായ കാര്യമായതുകൊണ്ട്, ശ്രദ്ധിക്കേണ്ട കാര്യമായതുകൊണ്ട് അത് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വന്നു. എനിക്കും കിട്ടിയിരുന്നു. ഞാനത് പബ്ലിഷ് ചെയ്തില്ല. പക്ഷേ ഷാജൻ സ്കറിയ പബ്ലിഷ് ചെയ്തു. അതിലെവിടെയാ തെറ്റ്? അവിടെ അതായത് രാജ്യദ്രോഹ കുറ്റമാണെന്നാണ് ആര് പറയുന്നത്? ഈ നമ്മുടെ PV അൻവർ പറയുന്നത്. അതെങ്ങനെ രാജ്യദ്രോഹ കുറ്റമായി മാറും? കോവിഡ് കാലത്ത് ജനങ്ങൾ പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ രാജ്യദ്രോഹ കുറ്റമാണോ? അല്ല. അത് തീർച്ചയായും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പൊതുജന നന്മ ലക്ഷ്യമാക്കിയുള്ള ജനങ്ങൾ പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള സംഭവമാണ്. അത് വാട്സപ്പ് ഗ്രൂപ്പിൽ ആരാണ് ഇട്ടത്? അവരല്ലേ കുറ്റക്കാർ. അങ്ങനെ വാട്സപ്പിൽ ഗ്രൂപ്പിൽ ഇട്ട സാധനം ഷാജൻ സ്കറിയയ്ക്കും കിട്ടി, എനിക്ക് കിട്ടിയ മാതിരി. അത് അദ്ദേഹം ജനങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് വിചാരിച്ച് പബ്ലിഷ് ചെയ്തു. അങ്ങനെ പബ്ലിഷ് ചെയ്ത കാര്യത്തിന് അദ്ദേഹത്തിനെതിരെ കള്ളക്കേസെടുത്ത് എന്തൊക്കെ നാടകങ്ങൾ PV അൻവർ നടത്തി. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് സംഭാഷണം. ഇവർ 2 കൂടെ സംഭാഷണം നടത്തിയിട്ടുണ്ട്. കേരളത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനും PV അൻവറും കൂടി ഗൂഢാലോചന നടത്തി ഷാജൻ സ്കറിയയെ വേട്ടയാടി എന്ന് പറയുന്ന ഒരു കാര്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിന് തീർച്ചയായും ഇവർക്ക് 2 പേർക്കെതിരെ ക്രിമിനൽ കുറ്റം എടുക്കേണ്ടതാണ്. കാരണം കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടി വ്യാജ തെളിവുകൾ ഉണ്ടാക്കി ഇവർ 2 പേരും കൂടെ ഉന്നതമായ ഗവൺമെൻറ് സൗകര്യങ്ങൾ, പോലീസ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഒരു പത്രപ്രവർത്തകനെ വേട്ടയാടിയതിൻ്റെ വ്യക്തമായ തെളിവാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത്രയും പച്ചയായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. പോലീസിൻ്റെ പണി പോലീസല്ലേ എടുക്കേണ്ടത്. ഡൽഹിയിലുണ്ട്, അവിടെ അഡ്വക്കേറ്റിൻ്റെ ഓഫീസിലുണ്ടായിരുന്നു. അതേപോലെ അദ്ദേഹം ആന്ധ്രാപ്രദേശിൽ ഒളിവിൽ താമസിച്ചിരുന്നു. എന്തിനാണ് അദ്ദേഹം ഒളിവിൽ താമസിച്ചത്? ഈ കാര്യത്തിന് വേണ്ടിയിട്ടല്ല. PV അൻവറിൻ്റെ നിർദ്ദേശപ്രകാരം കുന്നത്തുനാട് MLA കുന്നത്തുനാട് MLA ഒരു ഹരിജനാണ്, SC വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞൊരു കള്ളപ്പരാതി കൊടുത്തു PV ശ്രീനിജൻ്റെ പരാതിയിൽ ആണ് ഷാജൻ സ്കറിയക്കെതിരെ കേസെടുത്തത്. ഷാജൻ സ്കറിയ ഈ SST അട്രോസിറ്റി ആക്ട് എന്ന് പറഞ്ഞാൽ എന്നെ 34 ദിവസം ജയിലിൽ കടത്തിയതാണ്. അതിൻ്റെ ആ നിയമപ്രകാരം ചെന്നെങ്കിലും ഒരു ലേഡി ഓഫീസിൽ വർക്ക് ചെയ്തിരുന്ന, നമ്മുടെ ഓഫീസിലുണ്ടായിരുന്ന ഒരു ലേഡി, അവരെ ഞാൻ വളരെ അവരോട് തട്ടിക്കേറി മോശമായി സംസാരിച്ചു എന്നാണ് അവരുടെ പരാതി. അങ്ങനെ SSTക്കാരോട് സംസാരിക്കാൻ പാടില്ല. സത്യത്തിൽ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. റെക്കോർഡ് പ്രകാരം നമ്മളെ ഐശ്വര്യ എന്ന് പറയുന്ന കുട്ടിയുമായി അഞ്ജു വിജയപ്രദീപ് എന്ന് പറയുന്ന ഈ ലേഡി പറഞ്ഞിട്ടുണ്ട്, ഞാൻ വർക്ക് റിപ്പോർട്ട് തരാൻ വേണ്ടി ആവശ്യപ്പെട്ടു, അത് ഞാൻ കൊടുത്തില്ല, ഞാൻ ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് അവർ പറയുന്നത്. വ്യക്തമായ തെളിവ് കോടതിയിലെത്തുകയും എനിക്ക് അനുകൂലമായിട്ട് കോടതി പറയുകയും ചെയ്തു എനിക്കെതിരെ യാതൊരു തെളിവുമില്ല എന്ന്. എന്നാൽ എനിക്കെതിരെ SST അട്രോസിറ്റി എന്ന് പറഞ്ഞാൽ 34 ദിവസമാണ് ഞാൻ ജയിലിൽ കിടക്കേണ്ടി വന്നത്. ഇത് ഷാജൻ സ്കറിയയെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഷാജൻ സ്കറിയയും കിടക്കേണ്ടി വരും. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ ACP ജയകുമാർ PV അൻവറിനെയും PV ശ്രീനിജൻ്റെയും ഗൂഢാലോചന പ്രകാരം, ഇവരൊക്കെ ഗൂഢാലോചന പ്രകാരം അതിൽ ADGP അജിത് കുമാർ ഉണ്ടായിരുന്നു. ഷാജൻ സ്കറിയയെ വേട്ടയാടി, അദ്ദേഹത്തിന് ഓഫീസ് റെയ്ഡ് ചെയ്തു, വീടുകൾ റെയ്ഡ് ചെയ്തു. അവിടെയൊക്കെ പോലീസ് കടന്നു നിരങ്ങി. അവിടുന്ന് അദ്ദേഹത്തിൻ്റെ എല്ലാ കമ്പ്യൂട്ടറുകൾ എടുത്തുകൊണ്ടുപോയി. ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ മെറ്റീരിയൽ ഉണ്ടാവും. ഒരു ദിവസം വന്ന് ഓഫീസിൽ നിന്ന് കമ്പ്യൂട്ടർ എടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഓഫീസ് നടക്കുമോ? അവിടെയുള്ള ലാപ്ടോപ്പുകളും അതേപോലെ ക്യാമറകളും മെമ്മറി കാർഡുകളും അങ്ങനെ എല്ലാം എടുത്തുകൊണ്ട് ഒരു ഓഫീസിൽ വന്ന് കടന്നു കയറുക. പത്രമാരണ നിയമം അടിച്ചേൽപ്പിക്കുന്ന പോലെ ഈ പിണറായി വിജയൻ്റെ ഭരണകാലത്ത് ഉണ്ടാവുകയും അങ്ങനെ ഒരു കേരളത്തിലെ ചരിത്രത്തിൽ കറുത്ത ഒരു ലിപി തന്നെ അത്തരം കാര്യങ്ങൾ നമുക്ക് എഴുതേണ്ട ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഈ സംഭവമാണ് ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കണ്ടത്. അപ്പം ഇവർ 2 പേരെ അറസ്റ്റ് ചെയ്യണം. അതായത് ഷാജൻ സ്കറിയക്കെതിരെ കള്ളക്കേസ് എടുത്തതിന് ഏതൊക്കെ വകുപ്പിലാണോ കള്ളക്കേസിലെടുത്തത് ആ കള്ളക്കേസിൽ ശിക്ഷിക്കേണ്ട കാര്യങ്ങൾ
പോലീസ് ഉദ്യോഗസ്ഥനായ ADGP അജിത് കുമാറിനും അതേപോലെ PV അൻവറിനും ഉണ്ടായിരിക്കണം. ഏറ്റവും ചുരുങ്ങിയ 10-15 വർഷം ജയിലിൽ കിടക്കേണ്ട കുറ്റങ്ങളാണ്, വകുപ്പുകളാണ് ഷാജൻ സ്കറിയക്കെതിരെ എടുത്തിട്ടുള്ളത്. തീർച്ചയായും അതേ വകുപ്പുകൾക്കുള്ള ശിക്ഷ വരെ നിർബന്ധം കിട്ടേണ്ടതാണ്. പിന്നെ വ്യാജ തെളിവുകളാണ് ഉണ്ടാക്കുന്നത്, കള്ള കേസാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതിൻ്റെ യഥാർത്ഥ വസ്തുതയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും, എത്ര കാലം സൂക്ഷിച്ചു വെച്ചാലും ഒരു നാൾ സത്യം പുറത്തു വരും എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. സാർ, ഒരു സംശയം കൂടെ ചോദിക്കാം. രാഷ്ട്രീയം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. MR അജിത് കുമാറും PV അൻവറും തമ്മിലൊരു കൊമ്പുകോർക്കലുണ്ടായിരുന്നു, അത് കണ്ണിപ്പൊടിയിടാനായിരിക്കും? ഈ കൊമ്പ് കോർക്കലല്ല ശരിക്കും ഉണ്ടായിട്ടുള്ളത്, ഇവർ തമ്മിൽ യോജിപ്പാണ്. പക്ഷേ അന്ന് ഷാജൻ സ്കറിയനെ തൊടാൻ പറ്റിയില്ല. ഷാജൻ ഡൽഹി എന്ന് പറയുമ്പോഴേക്ക് ഡൽഹിയിൽ നിന്ന് പിടിക്കാൻ പറ്റുമോ? അപ്പോൾ പറയുമ്പോഴേക്ക് പിടിക്കാൻ എന്തായാലും അവർക്ക് സംവിധാനം ഇല്ലല്ലോ. ഇവിടുന്ന് ഫ്ലൈറ്റിൽ എത്താൻ പറ്റുമോ ഡൽഹിയിലെ പോലീസിന്? ഇല്ല. അപ്പോൾ പോലീസ് ഇങ്ങനെ അന്വേഷിച്ച് പോകുന്ന ഡ്യൂട്ടി ആരാണ് ചെയ്യുന്നത്? അൻവറാണ് ചെയ്യുന്നത്. അൻവർ എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുന്നത്? ഷാജൻ സ്കറിയയുടെ ഫോൺ ചോർത്തുന്നുണ്ടാവും. അത് ഗുരുതരമായ കുറ്റകൃത്യമാണ്. അപ്പോൾ പോലീസും ഇവരും കൂടെയുള്ള ഒരു അന്വേഷണം നടത്തുന്ന പോലീസ് കൃത്യമായി അദ്ദേഹത്തിന് അന്വേഷിക്കുന്നുണ്ട്. അദ്ദേഹം കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് കൊടുത്തിട്ടുണ്ട്. മുൻകൂർ ജാമ്യത്തിന് കൊടുത്താൽ ഒരാളിങ്ങനെ അറസ്റ്റ് ചെയ്യുന്നത് തികച്ചും കള്ളക്കേസ് എടുത്ത് ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ PV അൻവർ പറയുന്നതും അതേപോലെ ഇപ്പോൾ ഈ നമ്മുടെ അജിത് കുമാർ പറയുന്നതും. ഇവർ രണ്ടുപേരും കുറ്റവാളികളാണ്. ഇവർ രണ്ടുപേരെയും കൃത്യമായി തെളിവുകൾ അവർ തന്നെ പറഞ്ഞതുകൊണ്ട് ഈ തെളിവിന് വേണ്ടി അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ല. അവരെ ഉടനെ കേസെടുത്ത് അവരെ അറസ്റ്റ് ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് വേണ്ട ശരിക്കും.